ജാതി സെൻസസിന്റെ ഒരു മെയിൻ ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ അതിൽ ഡീപ് ഡിവിഷൻസ് വരുന്നതാണ്. അപ്പം എന്റെ ഒരു വ്യൂ അനുസരിച്ച് ഡീപ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഡീപ് ഡിവിഷൻസ് അല്ല, അതൊരു ഇൻഇക്വാലിറ്റിയുടെ ബേസിലാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഒത്തുവെങ്കിലും ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ മുന്നോട്ട് പോവുക. നമുക്ക് വേണ്ടി സംസാരിക്കാനോ നമുക്ക് വേണ്ടി പ്രതികരിക്കാനോ ആരുമില്ല. മറ്റേത് എത്ര പേരുണ്ടായിരുന്നു? ഒരു ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടായിരുന്നു, ഒരു കാൻഷീറാം ഉണ്ടായിരുന്നു, ഈവൻ ജഗ്ജീവൻ റാം ഉണ്ടായിരുന്നു. ഇന്ന് ആരുണ്ട്? നല്ലോണം നോക്കും. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ട് ഓരോ വിരലിനെയും നോക്കും, ഓരോ വിരലിനെയും നോക്കുക. നമ്മൾ ഇപ്പൊ ചെയ്യാം, നമുക്ക് കൈ ഇങ്ങനെ വെച്ചിട്ട് ഓരോ വിരലിനെയും നോക്കുക. അത് ഒരു സൈസാണ്, അല്ലല്ലോ, വണ്ണമായാലും നീളമായാലും ഒന്നല്ല. പക്ഷെ ഇത് ശ്രേണീകരണം കൊണ്ടുവന്നാൽ അതിന്റെ അർത്ഥം ചില വിരലുകൾ മറ്റേ വിരലിനെക്കാളും കുറെ കൂടെ സുപ്പീരിയർ ആണല്ലേ. അപ്പൊ ഞാൻ ഈ ജഡ്ജിമാരോടും ലോ സ്റ്റുഡൻസിനോടും പറയാം, ഏതാണ് ഏറ്റവും താഴ്ന്ന വില കുറഞ്ഞ വിരലെന്ന് ഐഡന്റിഫൈ ചെയ്യും. എനിക്കതിനെ വെട്ടിക്കളയണം. ഞാൻ വീണ്ടും നോക്കുക, ഏതാണ് ഏറ്റവും വെട്ടിക്കളയാൻ പോവാണ് ഒന്നിനെ. നിങ്ങൾ തന്നെ പറയുക ഏതാണ് ഏറ്റവും ടോപ്പ് വിരല്. 5 കാറ്റഗറി 1, 2, 3, 4, 5 ഉണ്ടോണ്ട് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. ഇതിൽ 1, 2, 3, 4, 5 കാറ്റഗറൈസ് ചെയ്യണം. ഓരോ വിരലായിട്ട് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് എന്നോട് പറയണം ഏതാണ് നിങ്ങൾ 5 ആയി, ഇതിനെ 5 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യെങ്കിൽ ഞാൻ ഇതിനെ വെട്ടിക്കളയും. അപ്പൊ ഇല്ല സാറേ, എല്ലാം ഒരുപോലെ ഒരേ മൂല്യമുള്ളതാണ്. ഈ 5 വിരലില്ലെങ്കിൽ എൻ്റെ കൈയല്ല. ഇതാണ് ഇക്വാളിറ്റി, ഇതാണ് സമത്വം. എല്ലാത്തിനും ഒരേ മൂല്യമുണ്ട് എന്നുള്ള അറിവ്, അതാണ് ഇക്വാളിറ്റി. മനുഷ്യനുമായി ഇടപെടുമ്പോൾ ശത്രുവാണെങ്കിൽ പോലും മറ്റേത് സ്പീഷീസുമായിട്ട് ഇടപെടുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് നമുക്ക് ഉണ്ടാകുന്നില്ലേ. നമ്മളൊരു മറ്റൊരു മനുഷ്യനായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുകയോ കാണുകയോ ചെയ്താൽ നമ്മുടെ റിയാക്ഷൻ ഒരു സിംഹം മറ്റൊരു സിംഹത്തിനെ കാണുന്ന പോലെയോ ഒരു നായ മറ്റൊരു നായ കാണുന്ന പോലെയാണ്. നമ്മൾ ശത്രുക്കളാകാം, പരസ്പരം കൊന്നുകളയാം. പക്ഷെ മനുഷ്യനായതുകൊണ്ട് മറ്റൊരു സ്പീഷീസിനോട് റിയാക്ട് ചെയ്യുന്ന മട്ടിലാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. കാരണം എന്താണ്? മനുഷ്യൻ എന്ന മനുഷ്യത്വത്തിന് ഒരു എസെൻസ് ഉണ്ട്. നമുക്കറിയാം, ഇന്നിലുണ്ട്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. അത് തുല്യമായിരുന്നു. അതാണ് ഇക്വാളിറ്റി. അത് എല്ലാവർക്കും അറിയാം. അത് അറിയുന്നത് കൊണ്ടാണ് അവർ ഈ ഭയങ്കര ഈ സിംഹങ്ങൾക്ക് ഇടയിൽ എന്തുകൊണ്ടാണ് അവർ ഭരണം ഉണ്ടാക്കാത്തത്? 5 കാറ്റഗറി സിംഹമുണ്ട്. ഗുണകർമ്മ സിംഹായ വിഭാഗശഃ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അല്ലേ? എന്തുകൊണ്ട്? നമ്മൾ ഒന്നാണ്. അതുകൊണ്ടാണ് ഈ വ്യാജ കാറ്റഗറി ഉണ്ടാക്കി കാറ്റഗറൈസ് ചെയ്ത് നമ്മളെ ഒരു വെട്ടിക്കളയാൻ ശ്രമിക്കുന്നത്. ഞാൻ കുറേ വർഷം ഇന്ത്യയുടെ പുറത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ കുറേ ബ്രാഹ്മണൻ കാറ്റഗറിയിൽപ്പെട്ട പലരും വരും ടീച്ചിങ്സിനൊക്കെ. അവർ വരുമ്പോൾ നമ്മളെ പോലത്തെ ഇന്ത്യൻസിനെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കും, നിങ്ങളുടെ ജാതി എന്താണ്? ഈ സായിപ്പിനെ കണ്ടാൽ ഒരിക്കലും അത് അവർ ചോദിക്കില്ല. ഒരൊറ്റ ആൾ പോലും ഒരൊറ്റ സായിപ്പിനെ കൊണ്ട് ചോദിച്ചില്ല ട്രംപിന്റെ ജാതി എന്താണെന്ന് ആരെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? അതിൽ കർമ്മണ ക്ഷത്രിയനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? അപ്പൊ ഈ ചാതുർവർണ്ണ മയാ സൃഷ്ടം എന്നുള്ളത് ഇന്ത്യക്കാർക്ക് വേണ്ടി മാത്രമാണ് ദൈവം ഉണ്ടാക്കിയത്. സായിമാരെ കാണുമ്പോൾ എന്തുകൊണ്ട് അവരുടെ മനസ്സിലേക്ക് 4, 5 ഗുണകർമ്മ വിഭാഗശഃ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന, ആരെയും കെട്ടിപ്പിടിക്കാത്ത, ആരെയും തൊടാത്ത മോദി പോയി കെട്ടിപ്പിടിക്കുന്ന സായിമാരാണ്. അവരിത്രയും മുന്നോട്ട് പോയി എങ്കിൽ
ഈ അവരുടെ സൊസൈറ്റി ഇങ്ങനെ വിഭജിച്ച് 4-5 കഷ്ണങ്ങളാക്കി അതിന്റെ കർമ്മങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയി അല്ലല്ലോ അവരങ്ങനെ ആക്കിയത്. അങ്ങനെ ഒരു സങ്കല്പം ഇല്ലാതെ അല്ലേ അവർ മുന്നോട്ട് പോയത്. അവർക്ക് വെള്ളക്കാർക്ക് സങ്കല്പം ഇല്ലാതെ ഇവർക്കൊരു പ്രശ്നം പോലും അല്ലല്ലോ. ഇവർ പറയുന്ന ആര്യന്മാരാണ്, അവർ ആര്യന്മാരാണ്. ശരി, മറ്റ് ആര്യന്മാർക്ക് എന്തുകൊണ്ട് ഈ സങ്കല്പം ഇല്ല? കാരണം നമ്മൾ തുല്യ മനുഷ്യരാണ് അവർക്ക് നല്ലോണം അറിയാം. നമ്മളെ ഭയക്കുന്നു, നമ്മളെ അടിച്ചമർത്തുന്നു. മുയലിനെ, സിംഹത്തിനെയാണ്, മുയലിനെ അല്ല ഈ കേജിലിട്ട് കൂട്ടി വയ്ക്കുന്നത്, അല്ലെ, കൂട്ടിലിട്ട് കൂട്ടി വയ്ക്കുന്നത്. നമുക്ക് എല്ലാ മനുഷ്യരും തുല്യമായി അപാരമായിട്ടുള്ള ജ്ഞാനവും അറിവും ബുദ്ധിശക്തിയും ഉണ്ടെന്നുള്ള സത്യം അവർക്കറിയാം. വെള്ളക്കാരെ അവർ ഭയക്കുന്നില്ല, അവർ വെള്ളക്കാരെ ഭയക്കുന്നു. നമ്മളെയും ഭയക്കുന്നു, അതിനേക്കാളും ഭയക്കുന്നു. അതുകൊണ്ട് നമ്മളെ അടിച്ചമർത്താൻ വേണ്ടി ഈ ഒരു സമ്പ്രദായമുണ്ട്. നമ്മൾ ജാതിയാണ്, കാസ്റ്റാണെന്ന് പറഞ്ഞു. നിങ്ങൾക്കേ ഉള്ളൂ ജാതി, നിങ്ങൾക്കേ ഉള്ളൂ കാസ്റ്റ്. ഞങ്ങൾ സമുദായങ്ങളാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഷെഡ്യൂൾ കാസ്റ്റ് പോളിസി, അത് ബ്രിട്ടീഷുകാർ ഈ ബ്രാഹ്മണരൊക്കെ അഡ്വൈസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഈ CA മാറ്റി കമ്മ്യൂണിറ്റിയാണ്, ഷെഡ്യൂൾ കമ്മ്യൂണിറ്റി. ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു സ്പെസിഫിക് ടോപ്പിക് വെച്ചിട്ടല്ല ഞാൻ ചോദിച്ചേക്കുന്നത്. അതായത് ജാതി സെൻസസിന്റെ ഒരു മെയിൻ ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ അതിൽ ഡീപ് ഡിവിഷൻസ് വരും. അപ്പം എന്റെ ഒരു വ്യൂ അനുസരിച്ച് ഡീപ് ഡാറ്റ കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഡീപ് ഡിവിഷൻസ് അല്ല, അതൊരു ഇൻഇക്വാലിറ്റിയുടെ ബേസിലാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നതെന്നാണ് ഞാൻ പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ടുള്ള സ്ട്രോങ് ലോസ് നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട് ഈ ഒരു കേസിൽ. Then how can we justify by putting aside this critic? ഈ ക്രിട്ടിക്സ് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും? ഈ സെൻസസിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. അതിനെക്കുറിച്ചും ഈ പല കാര്യങ്ങളെ കുറിച്ചും ഫണ്ടമെന്റൽ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയാസിനെ കുറിച്ച് സ്പഷ്ടതയില്ല, ക്ലിയർ അല്ല. അതുകൊണ്ടാണ് പ്രശ്നം. സെൻസസ് എന്ന് വെച്ചാൽ ജനസംഖ്യ 100% തലയെണ്ണലിലൂടെ എടുക്കുന്ന പ്രോസസ്സിനാണ് സെൻസസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സാമ്പിൾ സർവേ എന്ന് പറയും. ഒരു ജനസംഖ്യ, ഇപ്പൊ ഇവിടെ എത്ര ആൾക്കാർ ഉണ്ട് എന്ന് ഒന്നുകിൽ 100% തലയെണ്ണൽ വെച്ചിട്ട് നമുക്ക് എണ്ണാം, അല്ലെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് ഒരു 4 റോ എടുത്തിട്ട് ആ 4 റോയിൽ എത്ര പേരുണ്ട്, അതിന്റെ ഒരു ആവറേജ് എടുത്തിട്ട് എത്ര റോ ഉണ്ടെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ആവറേജ് കിട്ടും. ഒരു സാമ്പിൾ ഗ്രൂപ്പ് 10% റോയിലുള്ള ആൾക്കാരുടെ നമ്പർ എടുത്തിട്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു നമ്പർ കിട്ടും. അതൊരു ഗസ്സാണ് സാമ്പിൾ സർവേ. ഇപ്പൊ ട്രിവാൻഡ്രത്താണെങ്കിൽ പാളയം പള്ളി ട്രിവാൻഡ്രത്തെ പാളയം മസ്ജിദിൽ പോയിട്ട് നോക്കുന്നത് എത്ര മുസ്ലിംസും എത്ര ഹിന്ദുസും ട്രിവാൻഡ്രത്തുണ്ടെന്ന് ഒരു സാമ്പിൾ എടുത്താൽ ആ സാമ്പിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന 100% ട്രിവാൻഡ്രത്ത് മുസ്ലിംസ് ആണ്. അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി അതിനൊരു സാമ്പിളായിട്ട് എടുത്തിട്ട് എത്ര ഹിന്ദുസും മുസ്ലിംസും ഉണ്ടെന്ന് നമ്മൾ നോക്കിയാൽ എല്ലാം ഹിന്ദുസ് ആണെന്ന് വിചാരിക്കും. അതാണ് ഈ സാമ്പിളിന്റെ പ്രശ്നം. സാമ്പിൾ റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം, അതിന് ഒരു ആക്യുറേറ്റ് നമ്പർ കിട്ടില്ല. അപ്പൊ സെൻസസ് വെച്ചാൽ 100% തലയെണ്ണലിലൂടെ എണ്ണി ഒരു ജനസംഖ്യ നിശ്ചയിക്കുന്നതിനാണ് സെൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാമ്പിൾ സർവേയിലൂടെയാണ്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഈ ബ്രിട്ടീഷുകാരാണ് ഇവിടെ സെൻസസ് തുടങ്ങിയത്. 8 സെൻസസ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടത്തി. 19ാം നൂറ്റാണ്ടിലും പിന്നെ 1900 അവസാനത്തെ സെൻസസ് 41-ലായിരുന്നു. 41-ൽ ഈ യുദ്ധം നടക്കായിരുന്നു, ലോകമഹായുദ്ധം 39 മുതൽ 45 വരെ. അപ്പൊ അതിനിടയ്ക്കായതുകൊണ്ട് അത് ഒരു പൂർണ്ണ സെൻസസ് അല്ലായിരുന്നു. അപ്പൊ ലാസ്റ്റ് പൂർണ്ണ സെൻസസ് 31-ലെ സെൻസസ് ആയിരുന്നു. എല്ലാ 10 വർഷവും 1881 മുതൽ 1931 വരെ എല്ലാ 10 വർഷം എടുക്കുന്നു ബ്രിട്ടീഷുകാരുടെ സെൻസസ്. ആ സെൻസസിൽ അവര് മാക്സിമം എഫർട്ട് വെച്ചിട്ട് എല്ലാ സമുദായങ്ങളുടെയും
മതങ്ങളെയും മറ്റ് എല്ലാ സമുദായങ്ങളെയും 100% തലയെണ്ണൽ എടുത്തിട്ട് സെൻസസ് ചെയ്തു. ഈ സെൻസസ് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ വലിയൊരു ആന്റി ബ്രാഹ്മൺ മൂവ്മെന്റ് ഇമേജ് ചെയ്യുന്നത്. കാരണം ആൾക്കാർക്ക് മനസ്സിലായി ബ്രാഹ്മിൻസ് വളരെ ചെറിയ കമ്മ്യൂണിറ്റിയാണ്, ഈ പവർ മുഴുവനും അവരുടെ കയ്യിലാണ്. ഉദാഹരണത്തിൽ തമിഴ്നാട്ടിലെ 2.5% ബ്രാഹ്മിൻസിന് 65% സീറ്റ് കിട്ടുമായിരുന്നു എഞ്ചിനീയറിംഗ് മെഡിക്കൽ കോളേജിൽ. അത് വളരെ ഇതൊക്കെ പുറത്തു വന്നപ്പോഴത്തേക്കാണ് ഈ ഓളിഗാർക്കി, ഈ ദ്വിജ സവർണ സമുദായം എതിരെ വലിയൊരു റിയാക്ഷൻ ഉണ്ടായി. അത് കാരണമാണ് അവർ വിഭജനം ഉണ്ടാക്കുമെന്ന് പറയുന്നത്. സവർണരെതിരെ ചോദ്യങ്ങൾ വരുന്നതാണ്. സവർണരും അവർണരുമായിട്ടുള്ള ഈ അനീതിയും അവർ തമ്മിലുള്ള അവരുടെ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ, അവർണരുടെ എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ പുറത്തു വരും. അതുകൊണ്ടാണ് ഒരു വിഭജനം എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ 1951 സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ട് ആദ്യമായി ഇന്ത്യ സെൻസസ് നടത്തി. അന്ന് നെഹ്റു സർക്കാർ തീരുമാനിച്ചു ഈ സമുദായങ്ങളുടെ സെൻസസ് എടുക്കില്ല, മതങ്ങളുടെ മാത്രം എടുക്കുന്നു. ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്റെ എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിന്റെ മൊത്തം പോപ്പുലേഷനും മതങ്ങളുടെ മൊത്തം പോപ്പുലേഷനും അവര് സെൻസസിലൂടെ 100% തലങ്ങളിലൂടെ എടുത്തു. പക്ഷെ സമുദായങ്ങളുടെ എടുത്തില്ല. അതെങ്ങനെയാണ്? ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ മതം എന്താണ്? ഹിന്ദു. നിങ്ങളുടെ ജാതി എന്താണ്? അപ്പൊ ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് ഒരു ജാതി പറയാം, ഞാൻ സാംബവനാണെന്ന് പറഞ്ഞാൽ അവരത് എൻറ്റർ ചെയ്യും. ഷെഡ്യൂൾ കാസ്റ്റ് എൻറ്റർ ചെയ്യും. സാംബവൻ എന്നല്ല, ഷെഡ്യൂൾ കാസ്റ്റ് എൻറ്റർ ചെയ്യും. ഞാൻ ഈഴവനാന്ന് പറഞ്ഞാൽ എൻറ്റർ ചെയ്യില്ല. ആ ഇൻഫർമേഷൻ അവരെടുക്കില്ല 51 മുതൽ. അപ്പം ഈഴവ സമുദായത്തിന്റെ പോപ്പുലേഷൻ 1931 കഴിഞ്ഞ് ഇന്നുവരെ എണ്ണിയിട്ടില്ല. ആർക്കും അറിയില്ല എത്ര ഉണ്ട്, കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ, എങ്ങനെ കുറയുന്നു, എങ്ങനെ കൂടുന്നു, ആർക്കും അറിയില്ല. ഈ ഈഴവരായാലും ധീവരായാലും വിശ്വകർമ്മരായാലും ഒരു വിവരവുമില്ല. കുറയുന്നുണ്ടോ, എവിടെ കുറയുന്നു, വല്ല ആപത്തുണ്ടോ, പ്രശ്നമുണ്ടോ, ഒന്നും നമുക്കറിയാനില്ല. അവരുടെ ബർത്ത് റേറ്റ് എന്താണ്, അവരുടെ ഇക്കണോമിക് കണ്ടീഷൻ എന്താണ്, സോഷ്യൽ കണ്ടീഷൻ എന്താണ്, ഒരു വിവരവുമില്ല. 96 വർഷമായി. അപ്പൊ നമ്മൾ പറയുന്നത് ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ വിഭജനം ഉണ്ടാവുന്ന എങ്ങനെ പറയാൻ നോക്കുന്നു? കാരണം 51 കഴിഞ്ഞിട്ടും ഈഴവരുടെയും ധീവരരുടെയും എഴുത്തച്ഛന്മാരുടെയും ജനസംഖ്യ കണക്ക് സർക്കാർ വെക്കുന്നില്ല എന്നല്ല, വെക്കുന്നുണ്ട്, കൃത്യമായി വെക്കുന്നുണ്ട്. ഈഴവർക്ക് 21% പറയുന്നു, സെൻസസ് എടുക്കാതെ പറയുന്നു. എഴുത്തച്ഛന് 3%, എഴുത്തച്ഛനും വേറെ 10, 75, 100 നമ്പർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. 75, 100 സമുദായങ്ങൾക്ക് കേരള ജനസംഖ്യയുടെ 2% കുറവാണ് അവരുടെ ജനസംഖ്യ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും കൂടെ 3% റിസർവേഷൻ ഉള്ള ഒരു കാറ്റഗറി, OBC കാറ്റഗറിയിൽ വെച്ചിരിക്കുകയാണ്. എഴുത്തച്ഛൻ കമ്മ്യൂണിറ്റിയോട് സെൻസസ് എടുക്കാതെ പറയാണ്, നിങ്ങളുടെ പോപ്പുലേഷൻ കേരളത്തിന്റെ ജനസംഖ്യയെക്കാളും 2% കുറവാണെന്ന്. എന്ത് ബേസിസ് അവർ പറയുന്നു? ഈ സാമ്പിൾ സർവേയുടെ ബേസിസ്. ഈഴവരുടെ പോപ്പുലേഷൻ 21% ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ബേസിസിൽ അവർ റിസർവേഷൻ കൊടുക്കാതിരിക്കുന്നു. എന്ത് ബേസിസിൽ? സാമ്പിൾ സർവേയുടെ ബേസിസ്. സെൻസസ് എടുക്കില്ല. അപ്പം ഒരു സമുദായത്തിന്റെ ജനസംഖ്യയുടെ കണക്കെടുക്കുന്നത് വിഭജനം ഉണ്ടാകുമെങ്കിൽ ഓൾറെഡി അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പുതിയതല്ല. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്? ഇത് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ചെയ്യും. 100% തലയെണ്ണ എടുത്ത് ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്യണ്ട. ആരുടെയും കണക്കെടുക്കണ്ട. മുസ്ലിമിന്റെ എടുക്കണ്ട, ഹിന്ദുവിന്റെ എടുക്കണ്ട, ക്രിസ്ത്യന്റെ എടുക്കണ്ട, SC എടുക്കണ്ട, ST എടുക്കണ്ട, ആരുടെയും കണക്കെടുക്കണ്ട. ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ ചിലരുടെ കണക്ക് 100% തലയെണ്ണലോടെയും ചിലരുടെ കണക്ക് ഇൻക്ലൂഡിങ് നായർ, ബ്രാഹ്മൺ, അവരുടെ കണക്ക് എടുക്കുന്നില്ല. അവർക്ക് എങ്ങനെ ഇത് ബെനിഫിറ്റ് ചെയ്യുന്നു? ലാസ്റ്റ് പോയിന്റ് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവർ ഈ സാമ്പിൾ സർവേ മാത്രമല്ല 1931 പോപ്പുലേഷൻ ഷെയറിന്റെ ബേസിസിലാണ് അവർ എത്ര നായരുണ്ട്, എത്ര ബ്രാഹ്മണുണ്ട്, എത്ര ഈഴവനുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.
എങ്ങനെ 1931 മുതൽ ഇന്ന് വരെയുള്ള കേരള ഓവറോൾ പോപ്പുലേഷന്റെ ജനസംഖ്യ ഇൻക്രീസിന്റെ നിരക്ക് എന്താണ്, ആ നിരക്ക് അവർ അപ്ലൈ ചെയ്യാണ്. ഈ സെൻസസ് എടുക്കാത്ത പോപ്പുലേഷൻ ഈ ഗ്രൂപ്പ് സാമ്പിൾ ഗ്രൂപ്പ് മാത്രമല്ല, ഈ ആവറേജ് നിരക്ക് ഓഫ് ദ ഹോൾ സ്റ്റേറ്റ് എടുക്കുകയാണ്. അതെടുക്കുമ്പോൾ കുറെ കൂടെ സമൃദ്ധമായിട്ടുള്ള സമുദായങ്ങളിൽ ബർത്ത് റേറ്റ് കുറവാണ്. ആവറേജ് സ്റ്റേറ്റ് ബർത്ത് റേറ്റ് എടുക്കുമ്പോൾ അവരുടെ സമുദായത്തിന്റെ നമ്പർ കൂടും. ആവറേജിനെക്കാളും കുറവാണ് അതിൽ. പക്ഷെ ആവറേജിനെക്കാളും കൂടുതലായിട്ടുള്ള ഈ ധീവര, വിശ്വകർമ്മ, ഈഴവ കമ്മ്യൂണിറ്റീസിന്റെ പോപ്പുലേഷൻ ആക്ച്വലി അത് ഈ ആവറേജിനെക്കാളും കൂടുതലായിരിക്കും. ആവറേജ് എടുക്കുമ്പോൾ അവരെ കുറച്ച് കാണിക്കുകയാണ്. വലിയൊരു കളി കളിക്കുകയാണ് ഇത് വെച്ചിട്ട്. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് സെൻസസ് എടുത്ത് വിഭജനം ഉണ്ടാകുന്നതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ കണക്കുണ്ട്, പക്ഷെ അത് തെറ്റ് കണക്കാണ്, വ്യാജ കണക്കാണ്. അപ്പൊ നമ്മൾ പറയുന്നത് സെൻസസിൽ ഉൾപ്പെടുത്തി കറക്റ്റ് ആയിട്ടുള്ള കണക്കെടുക്കുക, അല്ലെങ്കിൽ ആരുടെയും കണക്കെടുക്കണ്ട, സെൻസസിനെ മതിയാക്കുക. ലോകത്ത് എവിടെയും സെൻസസിൽ ഈ ചില ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യും, ചില ആൾക്കാർ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടായിട്ടില്ല. അത് കാരണം എന്താണ്? നമ്മളുടെ അധികാരങ്ങൾ, റൈറ്റ്സ്, സിവിൽ, പൊളിറ്റിക്കൽ, ഇക്കണോമിക് റൈറ്റ്സ് നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മൊബിലൈസ് ചെയ്ത് അത് തിരിച്ച് ഭരണഘടന അനുസരിച്ച് തിരിച്ച് നമ്മൾ അത് വേണമെന്ന് പറയരുത്. നമ്മൾ മൊബിലൈസ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണ്. സവർണ സ്വജന പക്ഷപാതത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിനെതിരെ മൊബിലൈസ് ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ സെൻസസിനെതിരെ അവർ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ കുറച്ച് നാളുകൊണ്ട് പറഞ്ഞു, ബാബാ സാഹേബ് പറഞ്ഞതുപോലെ ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം എല്ലാ സമുദായങ്ങൾക്കും വേണം, അതുകൊണ്ട് സെൻസസ് വേണമെന്ന് പറഞ്ഞ് അതൊരു നിഷേധിക്കാൻ പറ്റാത്ത ഒരു ഡിമാൻഡായി വന്നിരിക്കുന്നു. പക്ഷെ അത് വാസ്തവത്തിൽ കോൺഗ്രസും BJPയും അതിന് അനുകൂലമല്ല. കോൺഗ്രസ് 2011 ചെയ്തു, റിലീസ് ചെയ്തില്ല. കർണാടകയിൽ ഇപ്പൊ ചെയ്തു, റിലീസ് ചെയ്തില്ല, വീണ്ടും ചെയ്യുന്നു. അപ്പൊ അവർ ചെയ്യണം എന്ന് പറയുന്നു, പക്ഷെ റിലീസ് ചെയ്യുന്നില്ല. തെലങ്കാനയിൽ ഇതുവരെ അവര് കമ്മ്യൂണിറ്റി പോപ്പുലേഷൻ റിലീസ് ചെയ്തിട്ടില്ല. അപ്പൊ ഈ എല്ലാ പാർട്ടീസും ഇടതായാലും വലതായാലും BJP ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും ഈ ഓളിഗാർക്കിയുടെ കൺട്രോളിലാണ്. അതാണ് സെൻസസിനെ കുറിച്ച്. അതെ, ഒത്തുവെങ്കിലും ആസ് എ കമ്മ്യൂണിറ്റി നമ്മൾ പുറോട്ട് പോവുക. നമുക്ക് വേണ്ടി സംസാരിക്കാനോ നമുക്ക് വേണ്ടി പ്രതികരിക്കാനോ ആരുമില്ല. മറ്റേത് എത്ര പേരുണ്ടായിരുന്നു. ഒരു ബാബാ സാഹേബ് അംബേദ്കർ ഉണ്ടായിരുന്നു, ഒരു കാൺഷീറാം ഉണ്ടായിരുന്നു, ഈവൻ ജഗ്ജീവൻ റാം ഉണ്ടായിരുന്നു. ഇന്ന് ആരുണ്ട് പറയാറുണ്ട്. ഈ ആൽക്കഹോൾ ആയത്, മദ്യമായത്, ഡ്രഗ്സ് ആയത്, ഇതെല്ലാം വെജിറ്റേറിയൻ ആണ്. എല്ലാം വെജിറ്റേറിയൻ ആണ്. എത്ര മത്സ്യവും മാംസവും കഴിച്ചാലും നമ്മുടെ ഡ്രങ്ക് ആവില്ല, ലഹരി വരില്ല. അപ്പൊ ഇവർക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ പറയാൻ, വെജിറ്റേറിയൻ ആണെങ്കിൽ മരിക്കരുത്. നിങ്ങൾ എന്ത് കഴിക്കുന്നവർക്ക് അറിയില്ല. നിങ്ങൾ ഈ വെജിറ്റബിൾസിലാണ് ഏറ്റവും മനസ്സിനെ അഫക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉള്ളത്. അപ്പൊ ഇങ്ങനെ ഈ വ്യാജമായി പറയുന്നത് ഈ ഗുണങ്ങളെ കണ്ടിട്ടല്ല. മമ ഗുണം മമ കർമ്മ, മമ ഗുണം മമ കർമ്മ, അതാണ് സ്വജന പക്ഷപാതം. അതില്ലാത്തവർക്ക് ഗുണമില്ല, അതില്ലാത്തവർക്ക് കർമ്മമില്ല. ഈ സ്വജന പക്ഷപാതം ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ റിസർവേഷൻ ആവശ്യമില്ല, ഇവിടെ പ്രാതിനിധ്യ ജനാധിപത്യത്തിന്റെ ആവശ്യമില്ല. ഈ സ്വജന പക്ഷപാതത്തിലൂടെ കാരണമാണ് 75 വർഷമായി 1950 മുതൽ ഓരോ വർഷവും റിസർവേഷനിലൂടെ ഷെഡ്യൂൾ കാസ്റ്റ് IAS വരുന്ന ഒരൊറ്റ ഷെഡ്യൂൾ കാസ്റ്റോ ഷെഡ്യൂൾ ട്രൈബോ ചീഫ് സെക്രട്ടറി ആയിട്ടില്ല കേരളത്തിൽ. 75 വർഷമായി. എന്തുകൊണ്ട്? മമ ഗുണകർമ്മ ഇല്ല. ഗുണകർമ്മങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മമ ഗുണകർമ്മമില്ല. ഒരു ഈഴവനാണ് ആയിട്ടുള്ളത് ഈ 75 വർഷത്തിൽ. ഒരൊറ്റ മലയാളി മുസ്ലിം ചീഫ് സെക്രട്ടറി ഉണ്ടായിട്ടില്ല കേരളത്തിൽ. 18 ജഡ്ജിമാര്, കേരളത്തിലെ മലയാളി ജഡ്ജിമാര് സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അതിൽ 14 പേര്
ഒരു കമ്മ്യൂണിറ്റിയും അവരുടെ കുട്ടികളാണ്, മക്കളാണ്, ഡിസെൻഡൻസ് ആണെന്ന് വിശ്വസിക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റികൾ, ഏകപക്ഷീയമായി വിശ്വസിക്കുന്ന രണ്ട് കമ്മ്യൂണിറ്റികൾ. ഈ 3 കമ്മ്യൂണിറ്റികളാണ് 18-14 ജഡ്ജിമാർ. 2 ഷെഡ്യൂൾ കാസ്റ്റും 2 മുസ്ലിമും ഒഴിച്ചാൽ ബാക്കി എല്ലാവരും ഈ 3 കമ്മ്യൂണിറ്റീസാണ്. അതാണ് മെറിറ്റ്. അതോ മമ ഗുണം മമ കർമ്മം ഉള്ളതുകൊണ്ടാണോ? അത് ശരിക്കുള്ള ഗുണവും കർമ്മവും ഉള്ളതുകൊണ്ടാണ് അവർ ജഡ്ജിമാരായത്? മമ ഗുണവും മമ കർമ്മവും ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ ശരിക്കുള്ള സാക്ഷാത് ഗുണം സാക്ഷാത് കർമ്മം ഉള്ളതുകൊണ്ടല്ല. മമ ഗുണം മമ കർമ്മം ഉള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ മെറിറ്റ് എന്ന് പറയുന്ന വ്യാജമാണ്. ശരിക്കും മെറിറ്റ് ഉണ്ട്, സയന്റിഫിക് മെറിറ്റ് ഉണ്ട്, കോമ്പറ്റൻസി ഉണ്ട്. അത് ക്ലിയർ ആയിരിക്കണം, മെഷർമെന്റ് ഒബ്ജക്റ്റീവ് ആയിരിക്കണം. അത് ഈ കോമ്പറ്റൻസ് ആയിരിക്കണം, ജോലിയായിട്ട് ബന്ധപ്പെടണം. നല്ലോണം എഴുതുന്ന ഒരാള് ഞാൻ എന്റെ ഡ്രൈവർ ആക്കുമോ അല്ലെങ്കിൽ പൈലറ്റ് ആക്കുമോ? പൈലറ്റ് പണിയും നല്ലോണം എഴുതുകയോ വായിക്കുകയോ കവിത അറിയുന്നത് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? എന്റെ പൈലറ്റ് നല്ലോണം കവിത അറിയാമെന്ന് ഞാൻ പ്ലെയിൻ ചെയ്തിരിക്കും. ഫ്ലൈങ് അറിഞ്ഞൂടാ, പക്ഷെ നല്ല കവിയാണ്, നല്ല ഗുണമുണ്ട്, നല്ല കർമ്മമുണ്ട്. റെലവൻസ് വേണ്ടേ, കോമ്പറ്റൻസ് വേണ്ടേ? ഇതൊന്നുമില്ലാതെ, ഒരു ക്രൈറ്റീരിയ ഇല്ലാതെ, ഒരു ഇന്ന് വരെ ഇതിനൊന്നും ഒരു ക്ലിയർ ക്രൈറ്റീരിയ ഇല്ല. ഒരുപാട് ആർബിട്രറി ഡിസ്കഷനാണ്. ഇത് വെറും സ്വജന പക്ഷപാതമാണ്. അതുകൊണ്ട് മാത്രമാണ് ഇതുവരെ പെർട്ടിക്കുലർലി ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന് ഒരു ടോപ്പ് ലെവലിൽ എവിടെയും നമ്മളിങ്ങനെ പുറത്ത് വ്യക്തിപരമായി നമ്മുടെ ഈ കമ്മ്യൂണിറ്റീസ് വ്യക്തിപരമായി കുറച്ച് ആൾക്കാർക്ക് മിഡിൽ ക്ലാസ്സിലേക്ക് വരാൻ ഈ നമ്മുടെ ബാബാ സാഹേബ് അംബേദ്കറിന്റെ ഭരണഘടന കാരണം ആരുമില്ല. അപ്പൊ നമ്മൾ വളരെ ഒരു ദുർഘടമായിട്ടൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നമ്മൾ ഈ പ്രാതിനിധ്യത്തിന് വേണ്ടി നമ്മൾ പോരാടണം. നമ്മൾ പോരാടുന്നത് പ്രാതിനിധ്യത്തിന് വേണ്ടിയല്ല, നമ്മൾ പോരാടുന്നത് സ്വജന പക്ഷപാതത്തിനെതിരെയാണ്, മമഗുണം മമ കർമ്മത്തിനെതിരെയാണ്. എന്നാലേ നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാവി ഉണ്ടാവുള്ളൂ. ഇത് വേണമെങ്കിൽ ഈ പ്രാതിനിധ്യം വന്ന് ഇവരെ ഈ ടോപ്പ് പൊസിഷൻസിൽ നിന്ന് മാറ്റി, ടോപ്പ് പൊസിഷൻസിൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ 34 ജഡ്ജസ് ഉണ്ട്. ആക്ച്വലി 8 ഷെഡ്യൂൾ ട്രൈബ് ഉണ്ടാകേണ്ടതാണ്, 2 പേരേ ഉള്ളൂ. 20 അവർണ DBC ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 20 പേരുണ്ടാകേണ്ടതാണ്. അതിൽ ഒന്നും ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. 5 മൈനോറിറ്റീസ് ഉണ്ടാവുക, 1-2 പേരേ ഉള്ളൂ. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. മാക്സിമം ഒരാളാകുമ്പോൾ അതെ മാഡം, ഞാൻ ഈ കൊളീജിയം സിസ്റ്റത്തിൽ മുൻപും പിൻപുമുള്ള ഡേറ്റ ഞാൻ നോക്കിയിട്ടുണ്ട്. വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടായിട്ടില്ല. പാർലമെന്റ് ഇസ് കൺട്രോൾ ബൈ ദ സെയിം ഓളിഗാർക്കി മാഡം. പാർലമെന്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ പാർട്ടി സിസ്റ്റത്തിലെ പാർലമെന്റ്. കാശിഗാന്ധി ഒരു ഇമ്പോർട്ടന്റ് ഒരു ബുക്കിലിട്ട് എഴുതി, ഈ പൂനെ പാക്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ തുടങ്ങിയത് കലിയുഗമല്ല, ചംച യുഗമാണ്. ചംച എന്ന് വെച്ചാൽ ചട്ടുക യുഗം. അല്ലെ, ചംചായി. അങ്ങനത്തെ ആൾക്കാർ മാത്രമേ ഇവരെ സെലക്ട് ചെയ്യുള്ളൂ. ഒരു ബൈ മിസ്റ്റേക്ക് ഒരാളെ സെലക്ട് ചെയ്താൽ പിന്നെ ഒന്നയാളെ പുറത്താക്കും. ചട്ടുക ആക്കാൻ ഒരുപാട് ശ്രമിച്ച ആൾക്കാരുണ്ട്, പക്ഷെ അതിൽ വിഫലമാകുമ്പോൾ ഉടനെ അവരെ പുറത്താക്കും. അതെ അതെ അത് ഇതാണ് മാഡം.
അതിന്റെ ആൻസർ മാഡത്തിന് ബാബാ സാഹബ് അംബേദ്കറിൽ നിന്ന് കിട്ടും. ബാബാ സാഹബ് അംബേദ്കർ പറഞ്ഞ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറിലും ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് വേണം എന്ന് സുപ്രീം കോടതി മുതൽ താഴെ വരെ വേണമെന്ന് ബാബാ സാഹബ് അംബേദ്കർ 1930 റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ എഴുതി കൊടുത്തു റൗണ്ട് ടേബിൾ കോൺഫറൻസിന്. അത് ഇവര് റിജക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പോരാടുന്നത്. പക്ഷെ അവർ ഒരിക്കലും അത് സമ്മതിക്കില്ല. പക്ഷെ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഇതാണ് പ്രശ്നമെന്ന് നമ്മൾ പറയണം. റീസൺ എന്തുകൊണ്ടാണ് ആർക്കും കിട്ടാന്ന് വെച്ചാൽ സ്വജന പക്ഷപാതമാണ്. സ്വന്തം ആൾക്കാരെ, സ്വന്തം ചേമ്പറിലുള്ള ആൾക്കാരെ, സ്വന്തം ബന്ധുക്കളെ, അറിയാവുന്നവരെ അവർ ഈ ജസ്റ്റിസ് ചിദംബരേഷ് പറഞ്ഞ പോലെ ഈ ക്വാളിറ്റീസ് ഉള്ള ആൾക്കാരെ അവർ അപ്പോയിന്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. അപ്പൊ കൂടുതൽ അങ്ങനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ്. അപ്പൊ ഈ പ്രശ്നം റൂട്ട് കോസ് നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ ഇപ്പം എന്തുകൊണ്ട് എനിക്ക് തലവേദന ഉണ്ട് എന്ന് പറയണം, അതിന് മരുന്നും കഴിക്കണം. പക്ഷെ അതിന്റെ റൂട്ട് കോസ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അത് നമ്മൾ ബാബാ സാഹേബ് അംബേദ്കറിൽ നിന്ന് മാത്രമേ നമുക്കൊരു ക്ലിയർ റൂട്ട് കോസ് കിട്ടുന്നുള്ളൂ. അത് ഓളിഗാർക്കിയാണ്. അത് ഈ കോൺസെൻട്രേഷൻ ഓഫ് പവർ ഇൻ 3 or 4 കമ്മ്യൂണിറ്റീസ്. ഈ സുപ്രീം കോർട്ടിൽ റഫ്ലി 40% ജഡ്ജസ് എപ്പോഴും ഒരു കമ്മ്യൂണിറ്റി എന്നാണ്, ഒരു വർണ്ണത്തിൽ നിന്നാണ് 40% ജഡ്ജസ്. അവിടെ നിന്ന് താഴോട്ടാണല്ലോ എല്ലാ അപ്പോയിന്റ്മെന്റ്സ് ഹൈക്കോർട്ട് കൊളീജിയത്തിന്റെ അവരാണ് അക്സെപ്റ്റ് ചെയ്തത്. അപ്പൊ അതിൽ ഒരു ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ സ്റ്റാഫ് ലെവലിൽ സുപ്രീം കോർട്ടിൽ OBC റിസർവേഷൻ കൊണ്ടുവന്നു. പക്ഷെ അത് നടപ്പായില്ല. ജസ്റ്റിസ് ഗവായി അടുത്ത ഷെഡ്യൂൾ കാസ്റ്റ് ബുദ്ധിസ്റ്റ് ഷെഡ്യൂൾ കാസ്റ്റ് ചീഫ് ജസ്റ്റിസ് വന്നപ്പോൾ അതിന് റോസ്റ്റർ ഉണ്ടാക്കി. വേറെ അതിനിടയിൽ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസ് ആരൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ പ്രാതിനിധ്യത്തിന്റെ സുപ്രധാനമായിട്ടുള്ള പങ്ക് നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ കാണുന്നു. അതിനുവേണ്ടി നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലൈന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഈ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ഉണ്ടാക്കിയാലും അതിനെ ഇവര് തന്നെ ഡോമിനേറ്റ് ചെയ്യും. പ്രാതിനിധ്യം ഇല്ലെങ്കിൽ അവരെ തന്നെ ഡോമിനേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വേണ്ടത് പ്രാതിനിധ്യ ജനാധിപത്യം വേണം. പ്രാതിനിധ്യം വേണം. സെൻസസ് വേണം. സെൻസസ് മാത്രം പോരാ, ഓരോ സ്ഥാപനത്തിലും ഓരോ കമ്മ്യൂണിറ്റിക്കും എത്ര പ്രാതിനിധ്യമുണ്ട് എന്ന് നമുക്ക് ഡിമാൻഡ് ചെയ്യേണ്ടി വരും. ഞാൻ തന്നെ 2 ദിവസം മുമ്പ് സുപ്രീം കോർട്ടിൽ 2-3 ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോർട്ട് ഒരു കേസ് വാദിച്ചിട്ട് വരികയാണ്. അതിൽ ഞാൻ മുന്നോട്ട് വെക്കുന്നത് ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി 44 വർഷം മുമ്പ് എഴുതിയൊരു ജഡ്ജ്മെന്റ് ആണ്. വളരെ കേരള ഹൈക്കോടതി ഇഗ്നോർ ചെയ്ത ജഡ്ജ്മെന്റ് ആണ്. ഈ കമ്മ്യൂണിറ്റി ഹാസ് എ റൈറ്റ് ടു ദ പോസ്റ്റ്, റിസർവ് പോസ്റ്റ്. അത് ഇതുവരെ സുപ്രീം കോടതിയുടെ അറ്റൻഷനിൽ വന്നിട്ടില്ല, ആരും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഈ ടേൺ പാസ് ചെയ്യുന്നത്, ഒരാൾ അപ്പോയിന്റ് ചെയ്ത ആൾ പോയി, പക്ഷെ ആ വേക്കൻസി പോകുന്നു. ഉടനെ ടേൺ പാസ് ചെയ്തിട്ട് പിന്നെ ആ കമ്മ്യൂണിറ്റിക്ക് അത് കിട്ടുന്നില്ല. അതിനെ നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രിൻസിപ്പിൾ, വളരെ സുപ്രധാനമായിട്ടുള്ള മൈക്രോ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. ഈ പ്രാതിനിധ്യത്തിനെ നമ്മൾ വാച്ച് ചെയ്യണം. നമ്മൾ മോണിറ്റർ ചെയ്യുന്നില്ല, നമ്മൾ കണക്കെടുക്കുന്നില്ല, നമ്മൾ ഇതിനെ ഡിമാൻഡ് എക്സ്പോസ് ചെയ്യുന്നില്ല. സെൻസസിലൂടെ പോപ്പുലേഷൻ അറിയാം, പക്ഷെ ഓരോ സ്ഥാപനത്തിലും എന്താണ് സ്റ്റേറ്റ് ഓഫ് പ്രാതിനിധ്യം. അതുകൊണ്ടാണ് ഞാൻ ഈ ചീഫ് സെക്രട്ടറിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത്. പലർക്കും അറിയില്ലായിരുന്നു. ഈ കണക്കുകൾ ഞാൻ പറയുമ്പോൾ പലർക്കും അറിയില്ലായിരുന്നു. ഇന്ന് വരെ ഒരു ഷെഡ്യൂൾ കാസ്റ്റ് ചീഫ് സെക്രട്ടറി കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. 75 വർഷം കഴിഞ്ഞു എന്നുള്ള ഒരു ഷോക്കിംഗ് ഫാക്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ എക്സ്പോസ് ചെയ്യണം. എന്നിട്ട് ഒരു പബ്ലിക്കിനിടയിൽ ഒരു ഡിമാൻഡ് ഉണ്ടാക്കണം. എന്നിട്ട് പ്രാതിനിധ്യം വേണമെന്ന് പറയുന്നത് ഇതാണ് ബാബാ സാഹേബ് അംബേദ്കർ പ്രോബ്ലം സൊല്യൂഷൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനാണ് ഇക്വാളിറ്റി, ലിബർട്ടി, ഫ്രെറ്റേണിറ്റി സാക്ഷാത്കരിക്കണമെങ്കിൽ പ്രാതിനിധ്യ ജനാധിപത്യം വേണം. ഡോക്ടർ അംബേദ്കർ 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇലക്ഷൻസ് വേണം, ഇലക്ഷൻ ഡെമോക്രസി വേണം. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഡിപ്രസ് ക്ലാസസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്, നമുക്ക് വേണ്ടി ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, പ്രാതിനിധ്യ ജനാധിപത്യമാണ്. എല്ലാ സമുദായങ്ങൾക്കും ഡ്യൂ ആൻഡ് ആഡിക്വറ്റ്, ആനുപാതികമായ മതിയായ പ്രാതിനിധ്യം വേണം. മതിയായ എന്ന് വെച്ചാൽ ആനുപാതികമായി കുറഞ്ഞു പോയാൽ കുറച്ചുകൂടെ വേണം പ്രാതിനിധ്യം. പക്ഷെ എല്ലാ OBCയും DBC അല്ല. DBC എന്ന് വെച്ചാൽ ദളിത് ബഹുജൻ കമ്മ്യൂണിറ്റി. ഈ DBC കമ്മ്യൂണിറ്റീസ് പവർഫുൾ ആയിട്ട് ഒരാൾ പോലും ഇന്ത്യയിലില്ല, ഒരാൾ പോലും ഇല്ല. ഇതെന്തുകൊണ്ടാണ്?
ഇത് കണക്ക് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചെയ്യപ്പെട്ടത്. അതായത് ചുരുക്കത്തിൽ പറയാൻ സമയമില്ല. 19ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ പ്രത്യേകിച്ച്, തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച്, ഇന്ത്യ ഒട്ടാകെ വലിയൊരു വർണ്ണവിരുദ്ധ, ജാതി വർണ്ണവിരുദ്ധ പ്രസ്ഥാനം വളരെ ശക്തമായി മുന്നോട്ട് വന്നു. കേരളത്തിൽ തന്നെ അയ്യങ്കാളി ഉൾപ്പെടെ, ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, പിന്നെ നാഷണൽ ലെവലിൽ ബാബാസാഹേബ് അംബേദ്കർ ഉൾപ്പെടെ, ഇവിടെ സഹോദരൻ ഉൾപ്പെടെ, അങ്ങനെ കേരളത്തിലാണെങ്കിൽ ഒരു 15 വളരെ വലിയ ജയൻസ് ശരാശരി ഒരു 7-8 വർഷത്തിൽ ഒരിക്കൽ ജനിച്ചു 19ാം നൂറ്റാണ്ടിൽ. വലിയ വിധത്തിൽ ഒരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ഉണ്ടായി. അതിൽ നിന്നാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. സ്വാതന്ത്ര്യ സമരം ആക്ച്വലി ഒരു ആന്റി കാസ്റ്റ് മൂവ്മെന്റ് ആയിരുന്നു. അതിന്റെ ഉദ്ദേശം ബ്രിട്ടീഷുകാരെ പുറത്താക്കാനല്ലായിരുന്നു, അനഹിലേറ്റ് കാസ്റ്റ് ആയിരുന്നു അതിന്റെ ഉദ്ദേശം. പക്ഷെ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അതിന്റെ പേപ്പേഴ്സ് വായിച്ചാൽ അതിൽ 6 ബുക്കുണ്ട്, 6 വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബുക്കുണ്ട്, അതിന്റെ എല്ലാ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് മുഴുവൻ വായിച്ചാൽ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നത് ഇതിൽ മുസ്ലിം ഇഷ്യൂ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ മുസ്ലിംസിനെ നിങ്ങൾ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ഇഷ്യൂ മുസ്ലിം ലീഗ് റേസ് ചെയ്യുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ്. മുസ്ലിമിന്റെ കൂടെ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിനെയും കൂട്ടുന്നു ബ്രിട്ടീഷുകാർ. ഇവിടുത്തെ ആൾക്കാരല്ല. ഡോക്ടർ അംബേദ്കർ ഇവിടെ ഈ ഭരണവർഗത്തിന് കൊടുത്ത വളരെ ഭംഗിയായിട്ടുള്ള ഓമന പേര് ഓളിഗാർക്കി എന്നാണ്. ഓളിഗാർക്കി എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാർ. ഓളിഗോസ് എന്ന് വെച്ചാൽ ഫ്യൂ പീപ്പിൾ. ആർക്കി എന്ന് വെച്ചാൽ ഭരണം. മോണോ ആർക്കി എന്ന് വെച്ചാൽ ഒരാളുടെ ഭരണം. ഓളിഗാർക്കി എന്ന് വെച്ചാൽ ചുരുക്കം ആൾക്കാരുടെ ഭരണം. വളരെ കൃത്യമായി ബാബാ സാഹേബ് അംബേദ്കർ 1930 റൗണ്ട് ടേബിൾ കോൺഫറൻസിനോട് പറഞ്ഞു, ബ്രിട്ടീഷ് പോയി കഴിഞ്ഞാൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് ഒരു ഓളിഗാർക്കി ആയിരിക്കും, ഈ കാസ്റ്റ് ഓളിഗാർക്കി ആയിരിക്കും എന്ന് വളരെ കൃത്യമായി ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു. അതനുസരിച്ച് ഇപ്പൊ ഭരിക്കുന്നത് ഈ ഓളിഗാർക്കിയാണ്. അപ്പൊ ഈ പേപ്പേഴ്സ് ഒക്കെ വായിച്ചാൽ നമ്മൾ കാണുന്നത് എന്താണ്, ഈ ഓളിഗാർക്കിക്ക് ഭരണം വേണം ഉടനെ. ബ്രിട്ടീഷുകാർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് മൈനോറിറ്റീസും മുസ്ലിം ലീഗ് തന്നെ ഇൻസിസ്റ്റ് ചെയ്യുന്നു. വളരെ വലിയൊരു, അന്ന് ഇന്ത്യയുടെ ഏകദേശം 35-40% ഉണ്ട് മുസ്ലിംസ് പാർട്ടീഷന് മുമ്പ്. അവർ വളരെ പ്രബലമായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ബാബാ സാഹേബ് അംബേദ്കറിന്റെ പ്രക്ഷോഭം കാരണം, മൂവ്മെന്റ് കാരണം ബ്രിട്ടീഷുകാർ അവര് ബോധവൽക്കരിക്കപ്പെടുന്നു. അവര് ഷെഡ്യൂൾ കാസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. ഇത് 2 മൈനോറിറ്റീസ്, ഏറ്റവും ബിഗസ്റ്റ് മൈനോറിറ്റീസ് ഇതാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിനെ മാനേജ് ചെയ്യണം എന്നല്ലാതെ ഇവർക്ക് വേറെ ഒരു കൺസിഡറേഷനും ഇല്ല. ഈ പേപ്പേഴ്സ് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ പ്രാതിനിധ്യ ജനാധിപത്യം, റിസർവേഷൻ, ഈ കോൺസെപ്റ്റ് ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഈ ബ്രിട്ടീഷുകാരെ സാറ്റിസ്ഫൈ ചെയ്യാൻ ചെയ്യുന്നു. പിന്നെ അവർ വളരെ സുപ്രധാനമായിട്ട് എന്ത് ചെയ്തു, അവർ പാർട്ടീഷൻ ചെയ്തപ്പോൾ സ്റ്റേറ്റ് വൈസ് ആയിട്ട് പാർട്ടീഷൻ ചെയ്തു. മുസ്ലിം മെജോറിറ്റി ഏരിയസിനെ എടുത്തിട്ട് കാർവ് ഔട്ട് ചെയ്തിട്ടാണ് പാകിസ്ഥാൻ. ഈ പേപ്പേഴ്സ് വായിക്കാൻ നമ്മൾ മനസ്സിലാക്കുന്ന വേറൊരു ചോയ്സ് അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഇപ്പൊ ഇന്ത്യ 2ആയിട്ട് വിഭജിക്കുക. അവരുടെ ഈ മുസ്ലിംസിന്റെ മെയിൻ പ്രോബ്ലം എന്തായിരുന്നു? വലിയ ഹിന്ദു മെജോറിറ്റി വരുന്നതായിരുന്നു. മുസ്ലിംസിനും ഹിന്ദുസിനും മെജോറിറ്റി ഇല്ലാത്ത രണ്ടായിട്ട് ഇന്ത്യ വിഭജിക്കാമായിരുന്നു. എന്നുവെച്ചാൽ വലിയൊരു പോപ്പുലേഷനാണ്. 40% ഇവിടെയും 40% ഹിന്ദുസ് ഒരു സ്ഥലത്തും 40% മുസ്ലിംസ് ഒരു സ്ഥലത്തും 60% നോൺ ഹിന്ദുസും 60% നോൺ മുസ്ലിംസും 2 സ്ഥലങ്ങളിൽ വെച്ചിട്ട് അങ്ങനെ വിഭജിച്ചിരുന്നെങ്കിൽ ഇന്നിവിടെ ഒരു റിലീജിയസ് സ്റ്റേറ്റ് പാകിസ്ഥാനിലും ഉണ്ടാവില്ലായിരുന്നു, ഇന്ത്യയിലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവർ മനഃപൂർവ്വം മുസ്ലിംസിനെ പുറത്താക്കാൻ വേണ്ടി മുസ്ലിം മെജോറിറ്റീസിനെ കാർവ് ഔട്ട് ചെയ്ത് അതിനെ പുറത്താക്കി. അപ്പൊ മൗലാന ആസാദ് പറഞ്ഞു, പാകിസ്ഥാൻ വേണമെങ്കിൽ അത് ഏറ്റവും ആവശ്യമുള്ളത് മുസ്ലിംസ് മൈനോറിറ്റീസ് ആയിട്ടുള്ള സ്ഥലത്താണ്, മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള സ്ഥലത്തല്ല എന്ന് മൗലാന ആസാദ് പറഞ്ഞു. അത് അവർ കേട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സൈഡ്, നമ്മുടെ ഓളിഗാർക്കിക്ക് ഇവരെ പുറത്താക്കിയിട്ട് വലിയൊരു മെജോറിറ്റി നമ്മളെ ഭരിക്കാൻ വലിയൊരു മെജോറിറ്റിയാണ് അവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ അങ്ങനെ അവരൊരു ഓളിഗാർക്കി ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 19ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ആന്റി കാസ്റ്റ് മൂവ്മെന്റ് അവർ നിശബ്ദമാക്കുന്നു. പെട്ടെന്ന് 20ാം ഇൻഡിപെൻഡൻസ്
നമുക്ക് കിട്ടി 47-50 കഴിഞ്ഞ പിന്നെ ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റിനെ ഇല്ലാതാക്കുന്നു, നിശബ്ദമാക്കുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇടമില്ല. ജാതി വിവേചനത്തിനെ കുറിച്ച്, ജാതി ഈ പ്രാതിനിധ്യമില്ലായ്മയെ കുറിച്ച് സംസാരിക്കാൻ എവിടെയും ഇടമില്ല. സംസാരിക്കാൻ പറയുന്നത് ജാതിവാദമാണ് പറയുന്നത്, ജാതീയതയാണ് പറയുന്നത്. ഇവിടെ വികസനം വേണം, നിങ്ങൾ ജനങ്ങളെ വിഭജിക്കരുത്. പക്ഷെ 19-ാം നൂറ്റാണ്ടിൽ എല്ലാവരും ഫോക്കസ് ചെയ്തത് ഈ ഭരണ വ്യവസ്ഥ അവസാനിപ്പിക്കണമെന്നോ ആ ഡിമാൻഡിനെ ഇവർ സൈലൻസ് ചെയ്തിരിക്കുകയാണ്, സെൻസർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ആന്റി കാസ്റ്റ് മൂവ്മെന്റിനെ റിവൈവ് ചെയ്യണം. ജാതി എന്താണ്, വർണ്ണം എന്താണ് എന്നുള്ള ക്ലിയർ ആയിട്ട് നമുക്ക് അതിന്റെ കുറിച്ചുള്ള അറിവ് വേണം. ആ അറിവിന്റെ ബേസിസിൽ നമുക്ക് പ്രാതിനിധ്യം വേണം എന്നുള്ള ഡിമാൻഡ് നമ്മൾ മുന്നോട്ട് വെക്കണം. എന്നാൽ നമുക്ക് വേണ്ടത് അപ്പക്കഷ്ണങ്ങളല്ല, നമുക്ക് വേണ്ടത് കസേരയാണ്, പവറാണ്. നമ്മളാണ് മെജോറിറ്റി, വാസ്റ്റ് മെജോറിറ്റി. 80% ആൾക്കാർ നമ്മളാണ്, അതായത് ഈ ഓളിഗാർക്കിയിൽ പെടാത്തവരാണ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്, ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞത് ഡ്യൂ ആൻഡ് ആഡിക്വറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഓൾ കമ്മ്യൂണിറ്റീസ് എന്നുള്ള വാക്കാണ് ബാബാ സാഹേബ് ഉപയോഗിച്ചത്. കമ്മ്യൂണിറ്റീസ്, ലെജിസ്ലേച്ചറിലും എക്സിക്യൂട്ടീവിലും ജുഡീഷ്യറിയിലും. ആ ഡിമാൻഡ്, പ്രാതിനിധ്യ ജനാധിപത്യം, പ്രാതിനിധ്യം വേണം. അതിനൊരു ഉപകരണം മാത്രമാണ് സംവരണം. എന്തുകൊണ്ട് അവിടെയാണ് ഈ ടോപ്പിക്കിലേക്ക് വരുന്നത്. മിസ്റ്റർ സന്തോഷ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ട ടോപ്പിക്കാണ് എന്താണ്, എങ്ങനെയാണ് ഇവർ അവസാനത്തെ പോയിന്റ്, പിന്നെ അടുത്ത പ്രശ്നത്തിലേക്ക് നമുക്ക് തിരിയാം. എങ്ങനെയാണ് ഈ ഓളിഗാർക്കി ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥ, വർണ്ണജാതി വ്യവസ്ഥയെ എങ്ങനെയാണ് അവർ നിലനിർത്തുന്നത്? നമ്മുടെ കുട്ടികൾ തന്നെ പറയും, എവിടെയാ ജാതി? ജാതി ഇപ്പൊ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല, എല്ലാം ഓപ്പണാണ്, എന്ത് ജോലി വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ജാതി എന്ന് വെച്ചാൽ എന്താണ്? ജാതി എന്ന് വെച്ചാൽ, ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ചാൽ ഏറ്റവും പവർഫുൾ പൊസിഷൻസ് 2-3 കമ്മ്യൂണിറ്റീസിനെ കയ്യിൽ ഒതുക്കുക, ഒരു കുത്തക ഉണ്ടാക്കുക. ആ കുത്തകയാണ് കാസ്റ്റ് സിസ്റ്റം. ആ കുത്തക ഉണ്ടെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, കുത്തകയില്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഇല്ല. അത് ആ കുത്തക സ്ഥാപിക്കാനുള്ള മെത്തഡോളജി മാറും. മറ്റേത് ജന്മലാലാണ്, ഒരു കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് വേറെ അപ്ലൈ ചെയ്യാൻ പാടില്ല, പഠിക്കാൻ പാടില്ല പറയുന്നത്. അത് നമ്മുടെ മൂവ്മെന്റ് കാരണം അതിനെ ഇല്ലാതാക്കും. പക്ഷേ ആ കുത്തക ഇപ്പോഴും നിലനിൽക്കുന്നു. അതെങ്ങനെ നിലനിൽക്കുന്നു? അത് നിലനിൽക്കുന്നത് മെറിറ്റ് എന്നുള്ള വ്യാജ പേരുപയോഗിച്ച് സ്വജന പക്ഷപാതത്തിലൂടെയാണ്. സവർണ സ്വജന പക്ഷപാതം. ഈ മെറിറ്റ് എന്ന് പറയുന്നത് സവർണ സ്വജന പക്ഷപാതമാണ്. എന്തുകൊണ്ട്? ഇവര് മെറിറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നടത്തുന്നു. ഈ ടെസ്റ്റിലെ കരിക്കുലം ടെസ്റ്റ് എന്ത് കവർ ചെയ്യുന്നുള്ള കരിക്കുലം ഡിസൈഡ് ചെയ്യുന്നത് അവരാണ്. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുന്നത് അവരാണ്. എക്സാമിനേഷൻ ഇവാലുവേഷൻ ചെയ്യുന്നത് അവരാണ്. മാർക്ക് കൊടുക്കുന്നത് അവരാണ്. മെറിറ്റ് തീരുമാനിക്കുന്നത് അവരാണ്. അവർക്ക് മാത്രം സെലക്ഷൻ കിട്ടുന്നു. പണ്ട് സാഹിബ്മാർ ICS എക്സാം നടത്തുമ്പോൾ എല്ലാം സാഹിബ്മാർക്കല്ലേ കിട്ടുന്നത്. ഇപ്പൊ എന്തുകൊണ്ട് IAS സാഹിബ്മാർക്ക് കിട്ടുന്നില്ല? ഇത് സ്വജന നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് സ്വജന പക്ഷപാതത്തിനെതിരാണ്. എനിക്ക് എന്നെപ്പോലത്തെ ആൾക്കാരെ തന്നെ ഈ രാജഭരണം എന്താണ്? സ്വജന പക്ഷപാതമാണ്. എന്റെ കുട്ടികളെ രാജാവാക്കണം, എന്റെ കുട്ടികളെ ഭരിക്കണം, എന്റെ ബന്ധുക്കൾ ഭരിക്കണം. സ്വജന പക്ഷപാതം. നമ്മളാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് എല്ലാവരെയും മനുഷ്യരെ കാണുന്നു. ന്യായം വേണം, നീതി വേണം. ഈ സ്വജന പക്ഷപാതമാണ്. അതിനെ ഇല്ലാതാക്കാനാണ് നമ്മൾ സംവരണവും പ്രാതിനിധ്യ ജനാധിപത്യവും ആവശ്യപ്പെടുന്നത്. സ്വജന പക്ഷപാതം ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ തന്നെ IAS എക്സാമിൽ ഇന്റർവ്യൂ പാനൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ എക്സാം എഴുതിയിട്ടില്ല, ഇന്റർവ്യൂ പാനൽ ഇരുന്നിട്ടുണ്ട്. ഞാൻ അത് മനഃപൂർവ്വമല്ല, ഇതിന്റെ വളരെ സബ് കോൺഷ്യസ് ലെവലിൽ വലിയ ഒരു മുൻവിധി ഇവരുടെ മനസ്സിലുണ്ട്. അവരെ പോലത്തെ കാൻഡിഡേറ്റ്സിനെ കാണുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്. ഒരു വെളുത്ത പൊക്കം കൂടിയ ഒരാൾ വന്ന ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറയാം, ഇയാളെ കണ്ടാൽ
ആൾക്കാർക്ക് മറ്റൊരു കലക്ടർ ഉണ്ട് ഇവിടെ എന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ അപ്പൊ ബ്രിട്ടീഷുകാർ പോയില്ല എന്നായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് ഇയാള് കലക്ടറാക്കിയത്. അവർക്ക് ഇവിടെ ഒരു ജഡ്ജി, റിട്ടയർഡ് ജഡ്ജി ഒരിക്കൽ പ്രസംഗിച്ചല്ലോ ഒരു ബ്രാഹ്മൺ അസോസിയേഷൻ മീറ്റിംഗിൽ. ഇന്ത്യ ഭരിക്കേണ്ട ആൾക്കാർ ആരാണ്? രാവിലെ എണീറ്റാൽ കർണാട്ടിക് മ്യൂസിക് വെക്കണം, സാമ്പാർ കുടിക്കണം, ഇഡ്ഡലി കഴിക്കണം, പൂജ ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത്. ഇതാണ് സ്വജനപക്ഷപാതം. ബീഫ് കഴിച്ചാൽ ഗുണകർമ്മ ഇല്ല. അപ്പൊ ആക്ച്വലി ഈ ഭഗവത്ഗീതയിൽ എന്താണ് ശരിക്കും എഴുതി അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം മമ ഗുണകർമ്മ മമ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ. അപ്പൊ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം മമ ഗുണകർമ്മം വിഭാഗശ. എന്റെ ഗുണങ്ങളും എന്റെ കർമ്മങ്ങളും അനുസരിച്ച് ഞാൻ സൊസൈറ്റിയെ 4 ആയിട്ട് വിഭജിച്ചിരിക്കുന്നു. എന്റെ ഗുണങ്ങളും എന്റെ കർമ്മങ്ങളും ഉള്ള ആൾക്കാരെല്ലാം നമ്പർ 1 കാറ്റഗറി, നമ്പർ 2 കാറ്റഗറി, 3 കാറ്റഗറി, 4 കാറ്റഗറി. അപ്പൊ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം മമ ഗുണകർമ്മ വിഭാഗശ. എന്റെ ഗുണങ്ങളും കർമ്മങ്ങളും തമ്മിൽ ഞാൻ മനുഷ്യരെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്റെ ഗുണങ്ങളുള്ള ആൾക്കാരെ ഞാൻ ഏറ്റവും ടോപ്പിൽ വെക്കും, എന്റെ ഗുണമില്ലാത്ത നിങ്ങളെ പോലെ ആൾക്കാരെ നമ്മൾ ഏറ്റവും ബോട്ടമിൽ വെക്കും. ഞാൻ എപ്പോഴും പറഞ്ഞോട്